ചേട്ടാ ചേട്ടനിപ്പോൾ ഇങ്ങനെ റോഡിൽ കൂടെ പോന്നു, ഒരു ഫ്ലെക്സ് കാണുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കാണുന്നു, അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ പടം കാണുന്നു. ഇപ്പൊ നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ ആയല്ലോ, ഇപ്പൊ കൂടുതൽ സ്ഥാനാർത്ഥികളൊക്കെ ചെറുപ്പക്കാരായിട്ടുള്ള സ്ത്രീകൾ ഒരുപാടുണ്ട്. അപ്പൊ നമ്മൾ ഈ ചേട്ടൻ ഇങ്ങനെ റോഡിൽ കൂടെ പോന്നു, ഒരു ഫ്ലെക്സ് കാണുന്നു. ചേട്ടൻ ആ ഫ്ലെക്സ് കാണുമ്പോ എന്ത് തോന്നും? സ്ഥാനാർത്ഥിയാണല്ലോ എന്ന് തോന്നും അല്ലേ? വേറെ എങ്ങനെ അതിൽ കൂടുതലൊന്നും തോന്നൂല്ലല്ലോ. അതിൽ കൂടുതലായിട്ട് തോന്നണമെങ്കിൽ ഞരമ്പ് രോഗം എന്ന് പറയും പച്ചമലയാളം. അങ്ങനെ തോന്നുന്നവരുണ്ടേ. പറഞ്ഞു വന്നത് മനസ്സിലായല്ലോ. മനസ്സിലായി. ഏതാ നമ്മുടെ ഹൈവീഡിന്റെ ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനായ റഷീദ്. അതായത് പള്ളികളുടെ മുന്നിൽ പറയാൻ ഭയങ്കര വിഷമമുണ്ട്, നാണക്കേടുമുണ്ട്. കാരണം ഈ ഒരു നൂറ്റാണ്ടിൽ നിന്നുകൊണ്ട് ഇത്രയൊക്കെ ഇവിടെ നമ്മുടെ സുനിത വില്യംസ് അങ്ങ് പോയിട്ടൊക്കെ വന്ന് ഈ ഒരു യുഗത്തിൽ നിൽക്കുമ്പോ പോലും സ്ത്രീകളോട് സ്ത്രീകളെ ഇത്രയും മോശമായിട്ട് പറയുന്നതും ഇങ്ങനെ കാണുന്ന ഒരു ഇപ്പോഴും ഉണ്ടല്ലോ. എന്താണ് നിനക്ക് അതിന്റെ ഒരു ടേക്ക് എന്താണ്, നിന്റെ ഒരു ടേക്ക് എന്താണ് ഈ ഒരു ആരോപണത്തിൽ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ പറയുന്ന സ്ത്രീ എന്ന് പറയുന്നത് ഇപ്പൊ പറയാമോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ ഒരു ചാനലിൽ ഇരുന്നുകൊണ്ട് അത് പറയാമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഈ സ്ത്രീ എന്ന് പറയുന്നത് ഉപഭോഗ വസ്തു മാത്രമാണോ? അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഒരു പക്ഷെ അങ്ങനെ അല്ല, അങ്ങനെ എനിക്കിതൊക്കെ കണ്ടു. നമുക്ക് സത്യം പറഞ്ഞാൽ ഈ അത് വായിച്ചപ്പോഴും അല്ലെങ്കിൽ ആ ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ആ ഒരു സംഭവം കേട്ടപ്പോഴും നമുക്കിങ്ങനെ നമ്മൾ അറിയാതെ നമ്മൾ പല്ല് കടിച്ചു പോവാണ്. മീൻസ് സ്ത്രീ ആയതുകൊണ്ട് തന്നെ. പക്ഷെ ഞാനിത് ചേട്ടനോട് ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടന്റെ വീട്ടിലും ഉണ്ട് പെങ്ങന്മാരുണ്ട്, ചേട്ടനും ഒരു മകളുണ്ട്, അപ്പൊ ഭാര്യയുണ്ട്. അപ്പം എല്ലാരും സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവര് തന്നെ. ഈ പറയുന്ന ആൾക്കാർക്കും ഉണ്ട് വീട്ടില് സ്ത്രീകളും എല്ലാരും ഉണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഒരു ഫ്ലെക്സ് അല്ലെങ്കിൽ പള്ളിയുടെ മുന്നിൽ വന്നതുകൊണ്ട് അല്ലെങ്കിൽ കുറച്ച് സ്ത്രീകളുടെ പടം ഒരു പള്ളിയുടെ മുന്നിൽ വന്നതുകൊണ്ട് തന്നെ എന്ത് ഇസമാണ് ഈ നഷ്ടപ്പെട്ടു പോകുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് ഈ അവർ ഉദ്ദേശിക്കുന്നത്? ഒരു ഫോട്ടോ കാണുമ്പോഴത്തേക്കും നഷ്ടപ്പെട്ടു പോകുന്ന എന്ത് ഇസമാണുള്ളത്? ഇതിനകത്ത് വരുന്ന പ്രശ്നമുണ്ട്. ചിലരുടെ ഈ മൈൻഡ് ഇപ്പോഴും ഈ പറയുന്ന പോലെ 50 വർഷത്തിനപ്പുറത്ത് കിടക്കുകയാണ് ചില ആൾക്കാരുടെയൊക്കെ ചിന്താഗതി. കാരണം സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ വിജയ് സൂചിപ്പിച്ച പോലെ തന്നെ ഇവരൊക്കെ സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു കേവല ഉപഭോഗ വസ്തു എന്നതിനപ്പുറത്തേക്ക് ഇവിടെ ഞാൻ പറയട്ടെ, ഈ സദാചാര ആൾക്കാരെല്ലാം കൂടി നേരത്തെ മീശ എന്ന് പറയുന്ന സരീഷിന്റെ ഒരു നോവൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ചെറിയൊരു പരാമർശത്തെ ഒരു കഥാപാത്രത്തിന്റെ ഒരു വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് സ്ത്രീ പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് ഈ നോവൽ സ്ത്രീ വിരുദ്ധമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു കലാപമൊക്കെ ഉണ്ടായ ഒരു നാടാണിത്. അപ്പോൾ അതിനെ ചുക്കാൻ പിടിച്ചത് അത് എസ് ഹരീഷ് എന്ന് പറയുന്ന ഒരു ഇടത് സഹയാത്രിയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എസ് ഹരീഷ് ഇങ്ങനെ എഴുതുമ്പോൾ അന്ന് BJP-ക്കാർക്ക് വലിയ പ്രശ്നമുണ്ടായി. ക്ഷേത്രത്തിൽ പൂജാരിമാരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന വേഷത്തോടു കൂടി പോകുന്നത് എന്നൊരു കഥാപാത്രം ആ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു കോട്ടയം ആ ഭാഗത്ത് എവിടെയോ ഉള്ള ഒരു ഗ്രാമത്തിന്റെ കഥ പറയുന്ന നോവലാണിത്. അപ്പോൾ അതിനെതിരെ ഇവിടെ വലിയ പടവാൾ ഉയർത്തിയ ആളുകളാണ്, അത്രയ്ക്ക് പുരോഗമനപരമായി ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം സ്ത്രീ പ്രവേശന വിഷയം, ഇവിടെ നമ്മുടെ യുവതീ പ്രവേശന വിഷയം നമ്മുടെ കേരളത്തെ പിടിച്ച് കുലുക്കിയ ഒരു സംഭവമാണ്. യുവതികൾ അവിടെ അമ്പലത്തിൽ കയറാൻ പാടില്ല എന്ന് പറയുന്ന, അതിനെ തുടർന്ന് ഇവിടെ പുരോഗമനം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എന്തെല്ലാം ചടങ്ങുകൾ സംഘടിപ്പിച്ച് മനുഷ്യച്ചങ്ങല ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പല വിധത്തിലുള്ള ആർത്തവ സമരം, ഇങ്ങനെയുള്ള സമരങ്ങളൊക്കെ നടത്തേണ്ട ഗതികേടിലേക്ക് പോയതിന് കാരണം എന്താ? സ്ത്രീകളോടുള്ള പൊതുവിലുള്ള ഈ പറയുന്ന ആൾക്കാരുടെ മനോഭാവത്തിന്റെ പ്രശ്നമാണ്. സ്ത്രീകൾ ഈ പള്ളിയുടെ പരിസരത്ത് സ്ത്രീകളുടെ പോസ്റ്റർ പതിച്ചു കഴിഞ്ഞാൽ വളരെ ഏകാഗ്രതയോടുകൂടി അവിടേക്ക് എത്തേണ്ട സ്ഥലമാണ് പള്ളികൾ. ശരി, ഈ അവിടെ പതിച്ചിരിക്കുന്നത് ഈ പറയുന്ന വേറെ ഏതെങ്കിലും സിനിമാ നടിയുടെ ചിത്രമല്ല. അല്ല, സിനിമാ നടിയുടെ ആയിക്കോട്ടെ ആരുടെ ആയിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നത് ആ ഒരു ഫോട്ടോ കാണുമ്പോഴത്തേക്കും എന്താ പറയാ, എന്താണ് ഈ ചോർന്നു പോകുന്നത്? അപ്പം ഞാൻ ചോദിക്കുന്നത്, അപ്പൊ സ്വയം അവര് പറയല്ലേ ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയുള്ളവരാണ് എന്ന് സ്വയം പറയല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മളുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉള്ള ഒരു പ്രശ്നം വെച്ചാൽ സ്ത്രീ, നമ്മൾ പുരോഗമനം പ്രസംഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ സ്ത്രീ അടിച്ചമർത്തപ്പെടേണ്ടതാണെന്നും സ്ത്രീയുടെ സ്വാതന്ത്ര്യം അടുക്കളയ്ക്ക് പുറത്തേക്ക് എത്തരുത് എന്നും ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. ഇതിൽ ഒരു വലിയ വിഭാഗം രാഷ്ട്രീയത്തിലും ഉണ്ട്. ഇവർ ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിയെ പെങ്ങളൂട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് UDF, ഇത് UDF ആണ്. UDF-ലേക്ക് പിന്നെ പെങ്ങളൂട്ടി എന്ന് പറഞ്ഞുകൊണ്ട് പുറകെ നടക്കുന്നുണ്ടെങ്കിൽ തന്നെയും എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിന്റെ എല്ലാ സ്ഥിതിഗതികളും പരിഗണിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ UDF-കാർക്ക് അല്ലെങ്കിൽ ഈ UDF-കാർ എത്ര മഹിളകൾക്ക് കഴിഞ്ഞ മന്ത്രിസഭയിൽ ഇത് കൊടുത്തിട്ടുണ്ട്, മന്ത്രിസ്ഥാനം കൊടുത്തിട്ടുണ്ട് അല്ലേ? അങ്ങനെ ആരെങ്കിലും ഉണ്ട്? ഇവിടെ ഒരു വനിതയ്ക്ക്, അതായത് ബിന്ദു കൃഷ്ണ അടക്കമുള്ള ആൾക്കാർക്ക് ഇവിടെ കരയേണ്ട ഗതികേട് ഉണ്ടായിട്ടുണ്ട്. ലതിക സുഭാഷിനെ പോലെയുള്ള ഒരു നേതാവിന് KPCC ആസ്ഥാനത്ത് വന്ന് മുടി മുറിക്കേണ്ട ഗതികേട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ
ഒരു എന്ന് വെച്ചാൽ സീറ്റ് കിട്ടാൻ വേണ്ടി. അപ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യവും സ്ത്രീകളുടെ ഇതെന്നൊക്കെ പറഞ്ഞാൽ വെറും പുറംമൂടി മാത്രമാണ്. ഇപ്പൊ തന്നെ ഇവരുടെ അല്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ സ്ത്രീകൾക്ക് പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ UDF-നുള്ളിൽ അവർ എന്ത് വാല്യൂ ആണ് കൊടുക്കുന്നതെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ അടുത്ത ഒരു 6 മാസം കൊണ്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ മതി. നമുക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കിയവരാണ് എല്ലാവരും. സാധാരണക്കാരായാലും പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ വാച്ച് ചെയ്യുന്നവർക്കാണെങ്കിലും കൃത്യമായിട്ട് അറിയാം എന്താണ് UDF-ന്റെ സ്ത്രീകളോടുള്ള രീതി എന്നുള്ളത്, ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ ഈ പറയുന്ന അവിടെ ആ ഒരു സ്ത്രീയുടെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു ഫ്ലെക്സ് ആണ് അവിടെ ഇരുന്നതെങ്കിൽ ഈ ഇസം നഷ്ടപ്പെട്ടു പോകരുത്. ആ ഇസം എന്നുള്ള വാക്കാണ് പറഞ്ഞത്, ഇസം നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ഇസം നഷ്ടപ്പെട്ടു പോകുമായിരുന്നോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് ഈ ഇസത്തിന്റെ പ്രശ്നം എന്താണെന്ന് ഇപ്പം നമുക്കറിയാം. ആന്റണി കഴിഞ്ഞ ദിവസം അവിടുത്തെ അതായത് പത്തനംതിട്ടയിൽ ഒരു വാർഡിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഒരു ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരു മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി മത്സരിക്കുന്ന കാര്യം പറഞ്ഞു. അപ്പോഴും ആന്റണി പറഞ്ഞെന്നറിയാം. ആന്റണി പറയുന്നത് ഇവിടുത്തെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടു, അതായത് സാമുദായിക സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടു പോകും അവിടെ ലീഗിന് സീറ്റ് കൊടുത്താൽ എന്ന് പറഞ്ഞുകൊണ്ട് ലീഗിന്റെ സ്ഥാനാർത്ഥിയെ, അതൊരു ഹിന്ദുവാണ്, സ്ഥാനാർത്ഥിയെ ഒഴിവാക്കി നിർത്തി. മതേതരത്വം എന്ന് പറയുന്ന ഒരു സംഭവം ഞങ്ങൾ എപ്പോഴും ഈ UDF-നെ സംബന്ധിച്ചിടത്തോളം നാൾക്ക് നാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഞങ്ങൾ മതേതര പാർട്ടിയാണ്, ഞങ്ങളിവിടെ സംഘപരിവാറിൻ്റെ ആശയങ്ങൾക്കെതിരെ ശക്തമായി ദേശീയ തലത്തിൽ പോരാടാൻ ഉറപ്പിച്ചിരിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ടിക്കകത്ത് സ്വന്തം സ്ഥാനാർത്ഥിയുടെ ഫ്ലെക്സ് ഒരു പള്ളിയുടെ അരികിൽ വെക്കാൻ പാടില്ലേ? ഇത് ഹൈബീഡന്റെ ഇതിനകത്ത് വരുന്നതല്ലേ? അദ്ദേഹത്തിന്റെ പിന്നെ അഡ്മിനല്ലേ? അദ്ദേഹം കൂടെ അംഗമായിട്ടുള്ള ഒരു ഗ്രൂപ്പിലെ അഡ്മിനും കൂടിയല്ലേ ഈ റഷി എന്ന് പറയുന്ന ആള്. എന്തുകൊണ്ട് തിരുത്താൻ കഴിയുന്നില്ല? തിരുത്തപ്പെടേണ്ടതല്ലേ? ശരിക്കും പള്ളിയെടുത്ത് സ്ത്രീകളുടെ ചിത്രം വെക്കുന്നതുകൊണ്ട് ആർക്കെന്താണ് പ്രശ്നം? അമ്പലത്തിന് ഇപ്പം നമ്മൾ പോകുന്ന അമ്പലത്തിൻ്റെ വഴിയിൽ ഒരു പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ നാട്ടിൻപുറങ്ങളിൽ ഇപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മളുടെയൊക്കെ നാട്ടിൻപുറങ്ങളിലെല്ലാം ഈ അമ്പലമെന്നോ പള്ളിയെന്നോ 10 പേര് കൂടുന്ന എവിടെയാണോ അവിടെ കൊണ്ടുവന്നൊരു പോസ്റ്ററോ വെക്കും, ഒരു ഫ്ലെക്സ് കൊണ്ട് വെക്കും. അത് ശരിയായ നടപടി തന്നെയാണ്. കാര്യം അല്ലെങ്കിൽ ഈ ഫ്ലെക്സ് അടിച്ച് വീട്ടിൽ വെച്ചാൽ പോരെ? ഈ പള്ളിയിൽ അമ്പലവും എന്നൊക്കെ പറയുന്നിടത്ത് അങ്ങോട്ട് വരുന്നവരുടെ ഉള്ളിൽ കിടക്കുന്ന ഇസം നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പിന്നെ ഫ്ലെക്സ് അടിച്ച് വീട്ടിൽ കൊണ്ടുപോകണം? ഈ പറയുന്ന ഫ്ലെക്സുകൾ അടിക്കുന്ന സമയത്ത് ചെറിയ പോസ്റ്ററുകൾ എല്ലാ പോസ്റ്റിലും ഇപ്പൊ ഈ ഇലക്ഷൻ എടുത്ത സമയത്ത് എല്ലാ പോസ്റ്റിലും കാണാം എല്ലാ മുന്നണിയിലുള്ള സ്ഥാനാർത്ഥികളുടെയും ഫോട്ടോസ് ഒക്കെ. അപ്പം ഈ പറയുന്ന ഈ ഒരു സമുദായത്തിൽ നിൽക്കുന്നവരുടെ വീടിന്റെ മുന്നിൽ ഈ പോസ്റ്റർ പതിപ്പിക്കാൻ പാടില്ല. കാര്യം അവർ ഇസം നഷ്ടപ്പെട്ടു. കാര്യം പള്ളി എന്ന് പറയുന്നത് ഇപ്പൊ അമ്പലത്തിൽ പോകുന്നവർക്ക് കുഴപ്പമില്ലേ? കാര്യം അമ്പലത്തിലോട്ട് പോകുന്ന ആൾക്കാരുടെ ഫ്ലെക്സ് കണ്ടിട്ട് നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൻപുറത്തുള്ള നമ്മളെപ്പോഴും കണ്ടു പരിചയിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൂടുതലും മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ഒന്നുകിൽ അവരെ പേരെടുത്ത് വിളിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന നാട്ടിൽ വിളിക്കുന്നതിൽ മുതിർന്നവരെ വിളിക്കുന്ന ചേട്ടാ, ചേച്ചി, അക്ക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ പ്രയോഗങ്ങളുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ വിളിക്കുന്ന ആളുകളൊക്കെ തന്നെ ആയിരിക്കും ഈ മത്സരിക്കുന്നത്. ഇവരുടെ പടം കാണുമ്പോൾ എന്ത് ഇസം നമുക്ക് നഷ്ടപ്പെട്ടു പോകാനാണ്? നമ്മൾ മിക്കപ്പോഴും കാണുന്ന നടന്നു വരുന്ന വഴിയിലോ അല്ലെങ്കിൽ വണ്ടിയിൽ പോകുമ്പോഴോ എങ്ങനെ ആണെങ്കിലും നമ്മൾ കാണുന്ന ആൾക്കാരല്ലേ ഇവരെല്ലാം. പിന്നെ ഇവരുടെ ചിത്രം അമ്പലത്തിന്റെ മുന്നിലോ അല്ലെങ്കിൽ പള്ളിയുടെ മുന്നിലോ കണ്ടു എന്നും പറഞ്ഞുകൊണ്ട് ആർക്കെന്ത് നഷ്ടപ്പെടാനാണെന്നേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവരെ നേരിട്ട് കാണുമ്പോൾ ഇവർക്ക് എന്തെല്ലാം ഇസ ഇവർക്ക് നഷ്ടപ്പെടുന്നുണ്ടാവും? അപ്പൊ അവരുടെ സ്വയം പറഞ്ഞില്ലേ അതാ പറഞ്ഞു, ഇവരെ നേരിട്ട് കാണുന്ന സമയത്ത് ഈ ചിത്രം കാണുമ്പോൾ തന്നെ ഇത്രയും വെകിളി പിടിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, മനസ്സ് നിൽക്കുന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇവരെ നേരിട്ട് കാണുമ്പോഴോ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ എന്ത് വിശ്വാസത്തിന്റെ പുറത്ത് ഇവരുടെ മുന്നിലൂടെ നമുക്ക് നടന്നു പോകാൻ പറ്റില്ല? നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് നടന്നു പോകാൻ പറ്റും? അല്ല, സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കൂ. ഇപ്പം ഇവരുടെയൊക്കെ കയ്യിലോട്ട് ഭരണം കിട്ടിയുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഇപ്പം പിന്നെ ഈ പറയുന്ന പോലെ പെൺകുട്ടികളുടെ ചിത്രം പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നുള്ള നിലയിലേക്ക് വരില്ല. ഇത് ഏത് നൂറ്റാണ്ടിൽ ഇവരൊക്കെ ജീവിക്കുന്നതിന് മനസ്സിലാവും. ഞാൻ പറയട്ടെ ചേട്ടാ, ഈ പെണ്ണുങ്ങളുടെ ഫോട്ടോ കാണുമ്പോഴേ ഉള്ളു പ്രശ്നം. അവരോട് ചാറ്റ് ചെയ്യുമ്പോ പ്രശ്നങ്ങളില്ല. അത് ശരിയാ. അവരോട് ചാറ്റ് ചെയ്യുമ്പോ പ്രശ്നമില്ല. അവര് സുന്ദരിയാണെന്ന് പറയുന്നത് തെറ്റില്ല, അത് തെറ്റില്ല. പിന്നെ അവര് ഹൈദരാബാദിലേക്ക് വിളിക്കുന്നതിലോ റൂമിലോട്ട് ക്ഷണിക്കുന്നതിനോ ഗർഭഛിദ്രം നടത്തുന്നത് തെറ്റൊന്നുമില്ല. അത്രയ്ക്ക് ഞാൻ അങ്ങോട്ട് കടക്കായിരുന്നാ. അല്ല, ഞാൻ പറയുന്നത് നമ്മൾ പറയുന്നത് തെറ്റൊന്നുമില്ല. അപ്പൊ അതിലൊന്നും യാതൊരു തെറ്റുമില്ല. പക്ഷെ അവിടെ പള്ളിയുടെ മുന്നിൽ ഒരു 2 ഫോട്ടോ വന്നു കഴിഞ്ഞാല് ഇവിടെ കയ്യിന്ന് പോകും. ഇവർക്കെല്ലാം ഹാലിളകി തുടങ്ങും. ഇത് ഞാനും ചോദിക്കട്ടെ, ഇവിടെ ഇതിനു മുമ്പ് ഇതേ മുസ്ലിം ലീഗിൽപ്പെട്ട ഒരു നേതാവ് PK കുഞ്ഞാലിക്കുട്ടി, അന്ന് ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന ഒരു ചാനൽ ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ. ആ ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന ചാനലില് റെജീന എന്ന് പറയുന്ന ഒരു യുവതി ഒരു കുട്ടിയുമായി വന്നിട്ട് ഒരു വെളിപ്പെടുത്തൽ നടത്തി. അന്ന് ഇന്നത്തെ പോലെ നമുക്ക് മാസ്ക് ചെയ്ത് കാണിക്കേണ്ട അവസ്ഥയോ അങ്ങനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ റെജീന ഒരു പീഡിതയാണ്, അതായത് പീഡനം അനുഭവിച്ചിട്ട് അതിൽ നിന്ന് ഗർഭവതിയായ ഒരു യുവതിയാണ് റെജീന. അന്ന് ഇത് ഉയർത്തിക്കൊണ്ട് വന്നത് PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെയാണ്. PK കുഞ്ഞാലിക്കുട്ടി പലതവണ പീഡിപ്പിക്കുകയും അതിൽ നിന്ന് തനിക്ക് ഗർഭം ധരിക്കേണ്ടി വന്നു എന്ന അടക്കമുള്ള, അങ്ങനെയാണ് ഐസ്ക്രീം പാർലർ കേസ് എന്ന് പറഞ്ഞിട്ടൊരു കേസ് കേരളത്തിൽ ഉണ്ടാവുന്നത്.
അന്ന് ഈ പറയുന്ന ലീഗുകാരെല്ലാം കൂടെ ചേർന്നിട്ട് അന്ന് KM മുനീറിന്റെ ഉടമസ്ഥതയിലുള്ള ചാനലായിരുന്നു അത്. അപ്പോൾ ഈ ചാനലിനെതിരായി പ്രക്ഷോഭം അഴിച്ചുവിട്ടു, കല്ലേറ് നടക്കുന്നു, ചാനലിന്റെ ഓഫീസിനെതിരെ അക്രമം നടത്തുന്നു എന്ന് പറയാം. അപ്പം അതിനെതിരെ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന റെജീന എന്ന് പറയുന്ന സ്ത്രീക്കെതിരെ അന്ന് വല്ലാതെ അന്ന് ഈ സോഷ്യൽ മീഡിയ ഇത്രത്തോളം ശക്തമല്ലാതിരുന്നിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ പാവപ്പെട്ട പെൺകുട്ടിയെ വലിച്ചു കീറിയിട്ടേനെ ഇവർ ഈ സൈബർ കൂട്ടങ്ങൾ. അപ്പോൾ അന്ന് സോഷ്യൽ മീഡിയ അത്ര ആക്റ്റീവ് ഒന്നും അല്ല, അത്രയ്ക്കെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് എത്തിയിട്ടില്ല സോഷ്യൽ മീഡിയ. ആ സമയത്ത് ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസിക് നമ്മൾ നോക്കൂ, ഒരു പെൺകുട്ടിയെ പിന്നെ ഐസ്ക്രീം പാർലറിൽ പീഡന കേസ് ഇവിടെ ഉണ്ടാവുന്നു. അപ്പം എല്ലാവരുടെയും മനോഭാവം ഇതാ, തരം കിട്ടിയാൽ പീഡിപ്പിക്കാം. അപ്പം ഇത്രയും മനോഭാവമായിട്ട് നടക്കുന്നവർക്ക് ചിലപ്പോൾ ചിത്രം കണ്ടാൽ ഇളകും. ഈ പറയുന്ന പോലെ ഇപ്പം നമുക്ക് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായി ഈ ഒരു പിന്നെ ഉമാ തോമസ് എന്ന് പറയുന്ന ഒരു MLA, KK രമ എന്ന് പറയുന്ന ഒരു MLA, ഇവർ 2 സ്ത്രീകളാണെന്നേ. ഈ 2 MLA-മാർ ഒരു സംഭവത്തിൽ, അതായത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ അവർ പ്രതികരിച്ചു. ആ പ്രതികരിച്ചതിന് അവർക്ക് കിട്ടിയ മറുപടി എന്തായിരുന്നു? ആ ഉമാ തോമസ് അന്ന് നമുക്കറിയാം അവിടെ പിന്നെ കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് ഉരുണ്ട് വീണു, അവർ കാല് വഴുതി താഴേക്ക് വീണു, മരണശൈലിയിൽ കിടക്കുകയായിരുന്നു അവർ. അതിന് ആ സമയത്ത് പോലും ഇവിടെ ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞു അങ്ങനെയെങ്കിലും ജീവൻ തിരിച്ചു കിട്ടിയാൽ മതി എന്നുള്ള, എല്ലാവരും അങ്ങനെ തന്നെയാണ് ആഗ്രഹിച്ചിരുന്നത്. എന്നിട്ട് അവർ പൂർണ്ണാരോഗ്യവതിയായി തിരിച്ചു വരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഇങ്ങനെ ഒരു പ്രസ്താവന അവർ ഇറക്കുന്നത്. അപ്പോൾ എന്താ പറഞ്ഞ് അവർ ആ വീഴ്ചയിൽ അങ്ങ് തീർന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ സൈബർ കൂട്ടങ്ങളുള്ള നാടായത്. സ്ത്രീകളെ എങ്ങനെയൊക്കെ അപഹസിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം അപഹസിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞ ഈ കൂട്ടത്തിൽ ഇപ്പോൾ ഉള്ളതെന്ന് നമുക്ക് പറയേണ്ടി വരും. ഉമാ തോമസിനെതിരെ സൈബർ ആക്രമണം നടത്തിയില്ലേ, KK രമയ്ക്കെതിരെ സൈബർ ആക്രമണം നടത്തിയില്ലേ, ഇവരെല്ലാം ഈ എന്തിന് പിന്നെ ബിന്ദു കൃഷ്ണയ്ക്കെതിരെ പിന്നെ സൈബർ ആക്രമണം നടത്തിയില്ലേ, ഇവരെല്ലാം അന്ന് ഉണ്ടായ, അല്ലെങ്കിൽ അന്ന് ഇങ്ങനെ ഒരു പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്ന പോലെ ഇതൊന്നും കള്ളത്തരമല്ല. ആ പെൺകുട്ടികൾ പൊതുവെ രംഗത്തേക്ക് വരാത്തത് കൊണ്ടാണ്. ഇതൊക്കെ ഒരിക്കലും ഇതൊരു കള്ളത്തരമാകുന്നില്ല. ഒരു പെണ്ണും അവരുടെ ലൈഫ് വെച്ചുകൊണ്ട് അല്ലെ എന്നെ ഇങ്ങനെ ചെയ്തു, എന്നെ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു പെണ്ണ് വരാൻ സാധ്യതയുണ്ടോ? പലരുടെയും നമുക്കറിയാവുന്ന പലരുടെയും കുടുംബജീവിതം തന്നെ ഇല്ലാതായില്ലേ? ഇല്ലേ? അറിയാവുന്ന ആൾക്കാരാണ്. അവരുടെ കുടുംബജീവിതം പോലും നഷ്ടപ്പെട്ടു പോയി ഈ പറയുന്ന ഒരു സോഷ്യൽ ന്യൂസൻസ് കാരണം. അപ്പൊ ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം വെച്ചുകൊണ്ട് സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഉപഭോഗ വസ്തുവാണ്. സ്ത്രീകളുടെ ചിത്രം കണ്ടാൽ പോലും നമുക്ക് ഹാലളകും, അല്ലെ സ്ത്രീകളുടെ ചിത്രം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബ്രഹ്മചര്യത്തിന് കോട്ട സംഭവിക്കും എന്ന് ചിന്തിക്കുന്ന ഏതോ നൂറ്റാണ്ടിൽ, പിന്നെ 20-ാം നൂറ്റാണ്ടെന്ന് 21-ാം നൂറ്റാണ്ടെന്ന് പറയാൻ പറ്റത്തില്ല, അതിന് 16-ാം നൂറ്റാണ്ടിലൊക്കെ ജീവിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ. അപ്പോഴല്ലേ പള്ളിയുടെ പരിസരത്ത് എന്തുകൊണ്ട് പോസ്റ്റർ വെക്കാൻ പാടില്ല എന്ന് പറയുന്ന നിർദ്ദേശം, നാണം കെട്ട നിർദ്ദേശങ്ങൾ, വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. ഇതൊന്ന് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾ തന്നെ പ്രതികരിക്കേണ്ട, അല്ലെങ്കിൽ പൊട്ടിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു. സ്ത്രീകളെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്ന് ഞാൻ പറയും. സ്ത്രീകളെ അവഹേളിക്കുന്നതിന് തുല്യം. അവരുടെ സ്വാതന്ത്ര്യത്തെ, അവരുടെ വ്യക്തി ജീവിതത്തെ, അവരുടെ പൊതുപ്രവർത്തന ജീവിതത്തെ അങ്ങനെ മൊത്തത്തിൽ അവരെ അവഹേളിക്കുകയും അവരെ തരം താഴ്ത്തുകയും ചെയ്യുന്നതിന് തുല്യമായ വാക്കുകളാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞ സ്ത്രീകളുടെ ചിത്രം വെച്ച് കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും, ഞങ്ങളുടെ ഇസം നഷ്ടപ്പെടുമെന്ന് പറയുന്ന ആ വാചകം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്രത്തോളം ഒരു പൊതുസമൂഹത്തിനോ അല്ലെ പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരു നല്ലൊരു സമൂഹത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത വാക്കുകളാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നവരെ ഈ ആണുങ്ങളുടെ ഫ്ലെക്സ് കാണുമ്പോൾ ഞങ്ങൾ പെണ്ണുങ്ങൾക്കും തോന്നണ്ടേ ഇസം നഷ്ടപ്പെട്ടു പോവണ്ടേ? അപ്പൊ അതെന്താ അങ്ങനെ ഉണ്ടാവാത്തത്? അപ്പൊ അങ്ങനെയാണ് സ്ത്രീകളും പറയണേ, മുസ്ലിം സ്ത്രീകളും പറയണം ഞങ്ങൾക്ക് അവിടെ അത് പറയാൻ പാടില്ല, അത് പറയാൻ പാടില്ല. കാര്യം നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളത് പുറത്തു പറയാൻ പാടില്ല. കാര്യം നിങ്ങൾ ദുർമാർഗികളായി മാറും സ്ത്രീകൾ. അങ്ങനെ ചിന്തിക്കുന്ന സ്ത്രീകൾ, പിന്നെ നമുക്ക് ചില വാക്കുകളുണ്ടെന്നേ നമ്മള് നമ്മൾ പണ്ട് മുതൽ തന്നെ ഉപയോഗിച്ചു വരുന്ന ചില വാക്കുകളുണ്ട്. സ്ത്രീകളെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട്, കുറ്റം പറയാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചില വാക്കുകളാണ്. ആ വാക്കുകൾക്ക് ഇപ്പോഴും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. മോശപ്പെട്ട രീതിയിൽ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ഒന്നിലധികം പുരുഷന്മാരുമായി ബന്ധമുള്ള ഒരു സ്ത്രീയെ വിശേഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്. ആ വാക്കിന് പക്ഷെ പുരുഷന്മാർക്കിടയിൽ വാക്കില്ല. ഇല്ല, അതൊരു പുരുഷ മേധാവിത്വത്തിന്റെ, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മെയിൽ ഷോവനിസ്റ്റ് ഷോവനിസം ഉണ്ട്, അതിൽ മെയിൽ ഡോമിനിസം നിലനിൽക്കുന്നത്. അതാ പറഞ്ഞത്, അത് തന്നെ ഞാൻ അതില് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് തന്നെയാണ്. അതിന് ഇപ്പൊ ഒരു പറ്റിയ വാക്കില്ല, അങ്ങനെ ഒരു വാക്കേ ഇല്ല. ചില വാക്കുകൾ നമ്മൾ ഉപയോഗിച്ച് നോക്കും, തെറിയാണ്, ചില വാക്കുകൾ തെറിയാണ്. ആ തെറിക്ക് ഇപ്പുറത്ത് വന്നിട്ട് അതിന്റെ കൂടെ ഒരു മോനും കൂടെ ചേർത്താൽ മാത്രമേ ഉള്ളൂ അതിന് ആണിനെ വിളിക്കുന്ന തെറിയായി മാറുന്നത്. മനസ്സിലായി? അതേസമയം പെണ്ണുങ്ങളെ അങ്ങനെ വിളിക്കും. എന്താ ആണെന്താ അങ്ങനെ പോകുന്നില്ലേ? ഒന്നിലധികം സ്ത്രീകളുമായി ബന്ധമുള്ള ആണിനെ വിളിക്കാൻ എന്താ പേരില്ലാത്തത്?
ഇപ്പോഴല്ലേ വിമണൈസർ എന്ന് പറയുന്ന ഒരു വേർഡെങ്കിലും നമ്മൾ കൊണ്ട് ചാർത്തി കൊടുക്കുന്നത്. അതിനു മുമ്പ് ഇതൊന്നും ഇല്ല. എന്ന് വെച്ചാൽ സ്ത്രീകളെ മാത്രമേ അപഹസിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒന്നിലധികം പുരുഷന്മാരുമായി ബന്ധമുള്ള സ്ത്രീകൾ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല. ആണുങ്ങൾക്കാവാം. അതുകൊണ്ട് അവൻ ആണുങ്ങൾക്കായി കഴിഞ്ഞാൽ എന്താണ്, അവൻ ഭയങ്കര സംഭവം. ആണുങ്ങൾക്കായി കഴിഞ്ഞാൽ അത് ഭയങ്കര ക്രെഡിറ്റും, പെണ്ണുങ്ങളായി കഴിഞ്ഞാൽ പെണ്ണുങ്ങളും അതും. അതാണ് ഈ പിന്നെ ഈ പുരുഷ കേന്ദ്രീകൃതമായ പുരുഷ മേധാവിത്വത്തിൽ അടിയുറച്ചു നിൽക്കുന്ന സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇതിൻ്റെ ഒരു പ്രതിഫലനമായി തന്നെ നമുക്ക് ഈ പറയുന്ന ഈ പോസ്റ്റർ വിവാഹത്തെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണല്ലോ സ്ത്രീകൾ അങ്ങനെ പോകാൻ പാടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ ഇവർ ഈ പറയുന്ന സ്ത്രീകൾക്ക് പിന്നെ ഒരു പോസ്റ്റർ വരുന്നു. അതിന്റെ പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. സ്ത്രീകൾ തന്നെ ചിന്തിക്കുക, അതായത് ഇങ്ങനെയുള്ളവര് കൂടെ ഇങ്ങനെയുള്ളവരുടെ കയ്യിലോട്ട് അധികാരം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇത്രയും പുരോഗമിച്ച ഈ ഒരു തലമുറയിൽ പോലും സ്ത്രീകളുടെ അവസ്ഥ എങ്ങോട്ട് പോകും എന്ന് സ്ത്രീകൾ സ്വയം ചിന്തിക്കുക. അത് വേറൊരു തലം കൂടിയുണ്ട്. അതായത് നമ്മൾ ഇടയ്ക്ക് കളിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ പലപ്പോഴും വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വന്നിട്ടുള്ള ഒരു ചിത്രമാണ്. അതായത് എല്ലാം മുഖം മൂടിക്കൊണ്ടും ഹിജാബ് പോലെയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് എല്ലാവരെയും കണ്ണ് മാത്രം കാണുന്ന തരത്തിൽ നിൽക്കുന്നു. ഒരിടത്ത് ഒരു പോസ്റ്റർ വന്നിരുന്നു. ആ പോസ്റ്ററിൽ ഈ പറയുന്ന ഒരു വനിതാ വാർഡിൽ മത്സരിക്കുന്ന ഒരു യുവതിയുടെ ഭർത്താവിന്റെ ചിത്രം വെച്ചിട്ട് പേര് താഴെ കൊടുക്കുന്നു. മുഖം കാണിക്കാതിരിക്കാൻ വേണ്ടി ആ സ്ഥാനാർത്ഥിയുടെ ഭർത്താവിന്റെ ചിത്രം കൊടുത്തിട്ട് ആ യുവതിയുടെ അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥിയുടെ പേര് മാത്രം കൊടുത്തുകൊണ്ട് പോസ്റ്റർ അടിച്ചവരുടെ നാടാണ് നമ്മുടെ ഇത്. കാര്യം അത്ര പോലും സ്വാതന്ത്ര്യം ഇവിടെ സ്ത്രീകൾക്ക് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പോസ്റ്റർ, അതായത് ഇതിനകത്ത് മറ്റ് ആ തലത്തിലേക്ക് ഞാൻ വരിക, അതായത് പൊതുധാരയിലേക്ക് ചില സ്ത്രീകൾ പുറത്തേക്ക് വരാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കൃത്യമായി പറഞ്ഞ ഒരു കാടൻ ചിന്താഗതിയുടെ ഭാഗമായി അതിനെ മനസ്സിലാക്കേണ്ടി വരും. ഈ സ്ത്രീകളുടെ ചിത്രം പോസ്റ്ററിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താ പൊതുധാരയിലേക്ക് ഇറങ്ങുകയാണ് അവര്. ഇപ്പോഴും നമുക്കറിയാം KJ ഷൈനെ പോലെ, ഷൈൻ ടീച്ചറിനെ ഇവിടെ അപഹസിച്ചൊക്കെ നമുക്കറിയാം. KJ ഷൈൻ എന്ന് പറയുന്ന ആ ടീച്ചർ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഒരു മാധ്യമപ്രവർത്തകൻ ഇരുന്നു കൊണ്ട് അവർക്കെതിരെ എന്തെല്ലാം നുണക്കഥകളാണ് പടച്ചു വിട്ടത്, അവിടെയുള്ള ഒരു പിന്നെ പാർട്ടി നേതാവിനെ ചേർത്തുകൊണ്ട്. അപ്പം ഇങ്ങനെ തുടങ്ങി സ്ത്രീകൾ പൊതുരംഗത്തേക്ക് പ്രവർത്തിക്കുമ്പോൾ അവർ മറ്റെന്തിനോ വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്ന ഒരു പൊതുധാരണയുണ്ട്. ഈ പൊതുധാരണ മാറണം. അല്ലെങ്കിൽ പൊതുരംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു നിശ്ചിത പ്രായപരിധിക്ക് അകത്ത് വരുന്ന സ്ത്രീകളെല്ലാം അങ്ങനെയുള്ള സ്ത്രീകളാണ് എന്ന് ചിന്തിക്കുന്നിടത്താണ് പ്രശ്നം. ഇവിടെ 10-24 വയസ്സുള്ള ഒരു പെൺകുട്ടി പിന്നെ തിരുവനന്തപുരത്തിന്റെ മേയറായിരുന്ന സമയത്ത് ആ പെൺകുട്ടിക്കെതിരായിട്ട് എന്തെല്ലാം ആരോപണം വന്നു ആര്യ രാജേന്ദ്രനെതിരായിട്ട്. ആ പെണ്ണ് ഭരിക്കാൻ പോലും അനുവദിക്കാത്ത തരത്തിലല്ലായിരുന്നു ഇവിടെ പുരുഷ മേൽക്കോയ്മ ഇവിടെ അഴിഞ്ഞാടിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം ഒരു പ്രതിഫലനമായിട്ട് മാത്രമേ നമുക്ക് ഇതിനെ കാണാൻ കഴിയൂ. ഈ പോസ്റ്റർ വിവാദത്തെ നമുക്ക് കാണാൻ കഴിയൂ എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക് കരുതി.